എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷനിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ കാര്യം ഒന്നിങ്ങനെ ആലോചിച്ചതാ പറയാൻ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട്. നമ്മൾ കുറച്ച് കാലം മുമ്പേ ഒരു മാസം വരെയൊക്കെ മുമ്പ് വരെയൊക്കെ നമ്മൾ ദിവസവും ക്ലാസ് എടുത്തിരുന്നു. ദിവസവും ഇങ്ങനെ സംസാരിച്ച് ഒരുപാട് ആൾക്കാരുടെ വീട്ടിൽ നിത്യവും ഒരു ശബ്ദമായി മാറിയിരുന്നു എന്നറിയാം. എല്ലാവർക്കും അത് സന്തോഷമുള്ള കാര്യവുമായിരുന്നു. പക്ഷെ നമ്മുടെ ലിമിറ്റേഷൻസ്, ഒരുപാട് സമയപരിമിതികൾ, നമ്മളെ ക്ലാസ് എടുക്കാനുള്ള സമയം, ജോലി സംബന്ധമായ വിഷയങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകളൊന്ന് ചുരുക്കി കൊണ്ടുവന്നു. പിന്നെ ലോങ് വീഡിയോസ് വരുമ്പോഴേ നമുക്ക് കൂടുതൽ ആൾക്കാരെ എത്തുന്ന കുറവാണ്. കാരണം യൂട്യൂബിൽ പുതിയ ഒരു നിയമം വന്നത്, ഏറ്റവും കൂടുതൽ യൂട്യൂബ് ഷോർട്ട് വീഡിയോസിനെ മാത്രമേ പ്രോത്സാഹിപ്പിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പലരിലും എത്താറില്ല. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരിൽ പലരും അത് കാണിക്കാറില്ല, യൂട്യൂബ് എത്തിക്കാറില്ല എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ടാണ് ക്ലാസ്സുകൾ പതുക്കെ കുറച്ച് യൂട്യൂബ് നമ്മൾ ഷോർട്ട് ചെയ്തത്. പക്ഷേ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഒരുപാട് അമ്മമാരുടെയും ഒരുപാട് വീട്ടിലെ ലൈഫിനകത്തേക്ക് നമ്മുടെ ശബ്ദത്തിന്റെ കുറവ് അനുഭവപ്പെട്ടു എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മനഃപൂർവ്വമായിട്ട് ഈ ചാനലിന്റെ പേരൊന്ന് എടുത്തു വെച്ചേക്കുക. എന്നിട്ട് അതിന്റെ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ്, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് നിൽക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസ്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അങ്ങനെ മാത്രമേ നമുക്കിതിന് പ്രതിവിധിയുള്ളൂ. കാരണം ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് അപ്ലോഡ് ചെയ്ത് വിത്തിൻ ഇത്ര മിനിറ്റ്സിനകത്ത് ഒരു ആൾക്കാർ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് മറ്റുള്ളവർ കാണിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് അത് കാണിക്കില്ല. അപ്പൊ അതിന്റെ ഒരു കുറവ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതെല്ലാവരോടും ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾ തന്നെ ഈ കമ്മ്യൂണിറ്റി ഭാഗമായി നിന്നുകൊണ്ട് അതിനെ നിങ്ങൾ തന്നെ തരണം ചെയ്യാന്ന് മാത്രം. എല്ലാവർക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം, പ്രത്യേകിച്ച് ഒന്നുമില്ല. ലിങ്ക് താഴെ യൂട്യൂബിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കയറി വന്നാൽ നിങ്ങൾക്ക് കാണും. എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം അതിന്റെ ലിങ്ക് കൂടി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഗ്രൂപ്പിൽ കയറി കണ്ടോളൂ. അപ്പൊ അതാണ് മാത്രം എല്ലാ സ്നേഹ സഹോദരങ്ങളോടെല്ലാം പറയാനുള്ളത്. അത് മാത്രമേ വഴിയുള്ളൂ. യൂട്യൂബ് അതിൻ്റെതായ യെസ്, താങ്ക് യു, അങ്ങനെയാണ് ഇന്നലെ കാണുന്നത്. യൂട്യൂബ് അതിൻ്റെതായ ചില രീതികൾ ഉപയോഗിക്കുന്നത്. പിന്നെ റീൽസുകളൊക്കെ കാണുന്നുണ്ടാവും നിങ്ങൾ, നന്നായിട്ട് വരുന്നുണ്ട്. യൂട്യൂബിൽ കാണാം, ഫേസ്ബുക്കിൽ കാണാം, ഒക്കെയുണ്ട്. ഓക്കെ, സന്തോഷത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട്, സന്തോഷം വരാനായിട്ടുള്ള, സന്തോഷം നിലനിർത്താനുള്ള കാര്യങ്ങളൊക്കെ ബോധപൂർവമായി തന്നെ ചെയ്യണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. എല്ലാവരോടും സ്നേഹത്തോടെ സ്വാഗതം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാം. 1 മിനിറ്റ്, 1-2 മിനിറ്റ് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇന്ന് ആദ്യം തന്നെ സ്റ്റാർട്ടിങ് പറയാം. ഇന്ന് നമ്മളെ ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. ഇന്ന് 5-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ പിന്നെ ഞാൻ ക്ലാസ് എടുത്തില്ല. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഇന്നലെ തുടങ്ങി. ഇപ്പോൾ ഇന്ന് ട്യൂൺ യുവർ മൈൻഡ് സെറ്റിന്റെ ക്ലാസ് തുടങ്ങുന്നുണ്ട്. എല്ലാ മാസവും ഇപ്പോൾ എന്താ പറയുക, ഈ ബാച്ച് 2025 അവസാനത്തെ ബാച്ചാണ്. ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത്, ഏറ്റവും എളുപ്പവും ഏറ്റവും ഉചിതവുമായ വഴി എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് അറിയണമെന്ന് ടൈപ്പ് ചെയ്തു, അല്ലെങ്കിൽ ജസ്റ്റ് ഐ വാണ്ട് എന്ന് ടൈപ്പ് ചെയ്തോളൂ. ഐ എന്ന് ടൈപ്പ് ചെയ്തതെന്നേ പറഞ്ഞുതരാം. ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ഏറ്റവും ലളിതവും ഏറ്റവും ഉചിതമായ വഴി ഞാൻ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ ആദ്യം ഐ വാണ്ട് എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രമേ പറഞ്ഞു തരുള്ളൂ, അല്ലെങ്കിൽ പറയരുത്. ഓക്കെ, അത് കഴിയട്ടെ, ടൈപ്പ് ചെയ്യട്ടെ. പിന്നെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പറയാമല്ലോ, അടുത്ത ക്യാപ്സൂൾ എടുത്ത് കഴിച്ചോളൂ. എങ്കിൽ മാത്രമേ കഴിച്ചാൽ മാത്രമേ നമുക്ക് തയ്യാറാവാൻ പറ്റുള്ളൂ. അടുത്ത കാലത്ത് ക്യാപ്സൂളൊക്കെ കഴിക്കൽ കുറഞ്ഞതിന്റെ ഫലം നമ്മൾ അറിയുന്നുണ്ട്. നിങ്ങളുടെ ഡോപ്പമിൻ കുറഞ്ഞിട്ടുണ്ട്. സന്തോഷം എല്ലാവരും കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ക്യാമറ ഓൺ ചെയ്തവരെണ്ണം കുറവാണ്. അപ്പോൾ ഡോപ്പമിൻ കൂടുതൽ കിട്ടണമെങ്കിൽ ഐ വാണ്ട് ഹാപ്പി ആൻഡ് റെഡി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്കറിയാലോ, ഹാപ്പി ആൻഡ് റെഡി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം, അതുപോലെ മാത്രമല്ല
ഇത് പലരുടെയും സ്ഥാപനത്തിന്റെ പേരൊക്കെ ആയി മാറുന്നുണ്ട്. അതുകൊണ്ട് സന്തോഷമാണ്. ഹാപ്പി ആൻഡ് റെഡി റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ഹാപ്പി ആൻഡ് റെഡി ടെക്സ്റ്റൈൽസ്, ഹാപ്പി ആൻഡ് റെഡി ട്യൂഷൻ സെന്റർ, ഹാപ്പി ആൻഡ് റെഡി, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ സന്തോഷമാണ്. അപ്പൊ എല്ലാവരും റെഡി. അപ്പൊ നമുക്ക് അറിയണം, മറ്റൊരു കാര്യം ചോദ്യത്തിന് ഉത്തരം വേണമല്ലേ, മറന്നുപോലെ. ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനായിട്ട് ഏറ്റവും ഉചിതമായ വഴി, ഏറ്റവും പരമപ്രധാനമായ വഴി, ട്യൂൺ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിനെ ക്രമീകരിക്കുക. നിങ്ങളുടെ മനസ്സിനെ ക്രമീകരിക്കൽ മാത്രമാണ് ഏറ്റവും ഉചിതവും ഏറ്റവും അനിവാര്യമായ വഴി എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോഴ്സിന്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോഴ്സിന് ട്യൂൺ യുവർ മൈൻഡ് എന്ന് പേരിട്ടിരിക്കുന്നത്. കാരണം അത് മാത്രമാണ് തുടക്കവും, അത് മാത്രമാണ് ഒടുക്കവും എന്നറിയുക. അവനവന്റെ മനസ്സിനെ എപ്പോഴാണോ അവനവൻ ട്യൂൺ ചെയ്ത് നിർത്തുന്നത്, അന്ന് മുതൽ അവന്റെ സമസ്ത കാര്യങ്ങളിലും മാറ്റം സംഭവിക്കുമെന്ന് ഉറപ്പിച്ച് പറയാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ജസ്റ്റ് 1 മിനിറ്റ്. ആരെങ്കിലും എന്താ പറയാ, അടുത്ത് സംഭവിച്ച എന്തെങ്കിലും ഗുഡ് ന്യൂസുകൾ പറയാണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. പറഞ്ഞോ അബിത പറഞ്ഞു. ഏട്ടന്റെ ഫുഡ് ട്യൂബ് ഇന്ന് വീട്ടിൽ വന്നിട്ട് ഡോക്ടർ വന്നിട്ട് മാറ്റി. 8 മണിക്ക് വന്നു, 8:05 ട്യൂബ് മാറ്റിയിട്ട്. ഞങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വ്യക്തമായി പറയട്ടോ, മറ്റുള്ളവർക്ക് മനസ്സിലായത്. ഇതിപ്പോ എനിക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമല്ലേ, മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറ. സാധാരണ ഫുഡ് ട്യൂബ് മാറ്റാൻ പോകുമ്പോ രാവിലെ പോയ ഞങ്ങൾ വൈകിട്ടാണ് വരാറ്. അങ്ങനെയാണ് ചെയ്യാറ്. രാവിലെ പോയി വൈകുന്നേരം ഹോസ്പിറ്റലിൽ എല്ലാ ഡോക്ടേഴ്സും വന്ന് ചെയ്താലാണ് ആ ഫുഡ് ട്യൂബ് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ സാറിന്റെ ക്ലാസ്സിൽ കയറിയതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി, കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി ഇതേപോലെ പെട്ടെന്ന് ട്യൂബ് മാറ്റിയിട്ടു. അപ്പൊ ഇപ്രാവശ്യം മോൻ പറഞ്ഞു നമുക്ക് ഡോക്ടറിനെ വീട്ടിലേക്ക് വരുത്താം, നമുക്ക് നോക്കി നോക്കാന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു 8 മണിക്ക് വരാന്ന് പറഞ്ഞു. 8 മണിക്ക് വന്നു. 8:05 ട്യൂബ് ഇടലും കഴിഞ്ഞ് സാറ് 8:15 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് പോയി. താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. 1000 നന്ദി സർ. താങ്ക് യു, താങ്ക് യു. അല്ലെങ്കിൽ ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് അങ്ങനെ ഒരു ദിവസത്തെ മെനക്കേടാണ്. ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോണെങ്കിൽ ഫുഡൊക്കെ അരച്ച് എല്ലാതും കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഇതായിട്ട് വേണം പോവാൻ. ഇന്ന് ഭയങ്കര സന്തോഷം. 5 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞല്ലോ സാറ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. താങ്ക് യു, താങ്ക് യു. സാറുടെ ഒരു കടാക്ഷം. അബിത പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ ചെറിയ സംഭവമായി തോന്നും. അങ്ങനെയല്ല, കുറേ വർഷങ്ങളായിട്ട് 4-5 വർഷങ്ങളായി കിടപ്പിലായ ഒരാളുടെ കഥയാണ് ഈ പറയുന്നത്, ലളിതമായി പറഞ്ഞത്. സന്തോഷം. എന്തായാലും വലിയ മാറ്റം അവിടെ ഉണ്ടാകുന്നു എന്നറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിന് ഒരു കാരണമാകാൻ സാധിച്ചു, അല്ലെങ്കിൽ അതിനൊരു നിമിത്തമാവാൻ നമ്മൾക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് അത് അതിയായ ദൈവകൃപ എന്ന് മാത്രം പറയണു. ദൈവകൃപ, അത്രേ ഉള്ളൂ. ഞാൻ ഓക്കെ ആയത് സാറിന്റെ കടാക്ഷം കൊണ്ട് തന്നെയാണ്. ഞാൻ ഓക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സാറിന്റെ ക്ലാസ്സിൽ കയറിയതിന് ശേഷം. എന്റെ മക്കള് പറയും, അമ്മ എന്ത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അമ്മ സാറിന്റെ ക്ലാസ്സിൽ കയറി. അവർക്ക് കയറാൻ പറ്റണില്ല ഓരോ തിരക്കുകൾ കാരണം കൊണ്ട്. അപ്പൊ അവര് എന്റെ അടുത്ത് പറയും, അമ്മ പോ ക്ലാസ്സിൽ കയറി. എന്താ അമ്മ ക്ലാസ്സിന് കയറാത്തത് ചോദിച്ചു. താങ്ക് യു. ഒരുപാട് ഒരുപാട് നന്ദി സാർ. ശരി, നന്ദി. ഓക്കെ, ശരി. വേറെ ആരും ഇല്ലല്ലോ? നമസ്കാരം സാർ. എനിക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. അമ്പിളിയുടെ ഗസ്റ്റിനെ ഞാനും കാണട്ടെ. ഓ ശരി, ഇതാണോ? അവിടെ വരെ എത്തിയല്ലേ? പ്രോഗ്രാമിന് കണ്ട് പരിചയപ്പെട്ട കൂട്ടുകാരി തമ്മിൽ ഇങ്ങനെ എത്തിയല്ലേ? സുമ, യു ആർ സോ ലക്കി. സുമയുടെ ജീവിതത്തിൽ സുമ പറയാതെ ഞാൻ പറയാം, വലിയൊരു മിറാക്കിളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മിറാക്കിൾസ്. സത്യം സാറേ, ഇതെന്താ പറയുന്നത് എനിക്ക് പോലും അറിയത്തില്ല സാറേ. സാറേ, എനിക്ക് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് ഹസ്ബൻഡിന് 5000 രൂപ ലോട്ടറി അടിച്ചത് ഞാൻ പറയാൻ മറന്നുപോയതാ. താങ്ക് യു സാർ. ഞങ്ങളുടെ കൂട്ടുകായിട്ട് എന്നും മുന്നോട്ട് പോട്ടെ. ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും ആ ബന്ധം, അങ്ങനെ തന്നെ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോവാം. നല്ല കാര്യം. കാരണം വെച്ചാൽ ഞാൻ അതിനെ കാണുന്നത് ഒരു സാധാരണ ഒരു വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബന്ധങ്ങളല്ല ഇവിടെ കാണുന്നത്. അതിനപ്പുറത്തേക്ക് ഇവൻ അമ്പിളി ആയാലും ക്ലാസ്സിൽ വന്നതിന് ശേഷം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എല്ലാം ആ തിരക്കിന്റെ ഇടയിലും ഓടി വന്ന് അവിടുത്തെ ഇപ്പൊ ഗൾഫിലെ ജീവിത രീതികളൊക്കെ അറിയാം. അതിന്റെ ഇടയിലും ഓടി വന്ന് പറഞ്ഞതെല്ലാം അപ്പാടെ പ്രാക്ടീസ് ചെയ്യുക,
പ്രത്യേകിച്ചൊന്നുമില്ല. സാർ പറഞ്ഞതെല്ലാം അങ്ങനെ സറണ്ടർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്. അതിന്റെ മാറ്റം നമ്മൾ ശരിക്കും ഭാഗ്യം പോലെയാണ് അന്ന് പ്രോഗ്രാമിൽ തന്നെ എത്തിപ്പെട്ടത്. അതെ സാറേ. അതേപോലെയാണ് വരുമ്പോ സുമയ്ക്ക് ഒരുപാട് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ടാണ് സുമ വന്നത്. എനിക്ക് എപ്പോഴും പറയും ഒന്നും എന്തെങ്കിലും എനിക്ക് തന്നെ പ്രതീക്ഷ വളരെ കുറവായിരുന്നു. സുമേൻ എന്തെങ്കിലും ഇത് മാറ്റാൻ പറ്റുമോ ദൈവമേ എന്നുള്ള ചിന്ത തന്നെ എനിക്കുണ്ട്. പക്ഷെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എവിടെയോ ഒരു വള്ളി, ഒരു ഒരു കച്ചിത്തുരുമ്പ് സുമയിലുണ്ട്, അത് പിടിച്ച് പൊക്കോളും ആളെന്നുള്ള. അതേപോലെ വളരെ ഒന്നുമില്ല, എല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. അവിടെയാണ് നിങ്ങൾ പറയുന്ന ഞാൻ ഒരു ദിവസം പഠിപ്പിക്കാം ഈ നിയമം. നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്ന നിയമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് എല്ലാവർക്കും വർക്ക് ചെയ്യില്ല. ഞാൻ വളരെ ഡീപ്പായിട്ട് പറഞ്ഞിരുന്ന ഒരു വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു നിയമമാണ്. അത് വർക്ക് ചെയ്യുന്ന വളരെ അപൂർവം ആൾക്കാരിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. മറ്റുള്ളവർ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് വൈബ്രേഷൻ, ലോ ഓഫ് ഇങ്ങനെയുള്ള കോസ് ആൻഡ് എഫക്റ്റ് ഒക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് ഓരോ ആൾക്കും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു നിയമം ഇത് വേണമെന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഇത് ദൈവത്തിൽ നേരിട്ട സമയമാകുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു നിയമമാണ്. ഇത് ഒരു ദിവസം ക്ലാസ് പഠിപ്പിക്കാം. പക്ഷെ എന്തുകൊണ്ടാ വെച്ചാൽ ഇപ്പൊ പഠിപ്പിക്കാൻ സാധാരണ നിങ്ങളൊക്കെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിയോ എന്ന് നോക്കിയാൽ മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഇത് മനസ്സിലാവും. അല്ലെങ്കിൽ അത് സംസാരിച്ചു കഴിയുമ്പോൾ അത് നേരെ മതത്തിലേക്കൊക്കെ പോയി കളയും. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം പറയാൻ പോകുന്ന ഒരു ഇതാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ വേറൊരു കാര്യം ഇങ്ങനെ ആലോചിച്ചു, നിങ്ങളെല്ലാവരും ഭാഗ്യം, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ആ ഒരു അവസ്ഥയിൽ എത്തിപ്പെടാൻ എന്താ പറയാ, എത്തിപ്പെടാൻ അനുഗ്രഹീതരാണെങ്കിൽ നമ്മൾ ഈ മാസം 12/12 ഒരു അത്ഭുതം നടക്കും. ഒരു അത്ഭുതമല്ല, എൻ്റെ ജീവിതത്തിലെ വലിയൊരു അഭിലാഷം. പക്ഷെ ഞാൻ അതിനെ ഇപ്പൊ വേണ്ട എന്ന് കരുതി ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അഭിലാഷം നമുക്ക് ഈ മാസം 12-ാം തീയതി ഡിക്ലെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന അവസ്ഥയിലൊന്നും ആയിരിക്കില്ല പോകുന്നത്. മറ്റൊരു തലങ്ങളിലേക്കുള്ള യാത്ര ചെയ്യാൻ എല്ലാവരും അല്ല, അതിന്റെ അർഹരായവർ മാത്രം വരും. ആ വേദവും വേദാന്തങ്ങളും ഒക്കെ ഉള്ള ജീവിതത്തിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ജീവിതത്തിൽ യാത്ര ചെയ്യാൻ തയ്യാറായി നിൽക്കുക. അങ്ങനെ വലിയ മാറ്റം നമുക്കിവിടെ കൊണ്ടുവരാനുണ്ട്. നിങ്ങൾ ഓരോ ആളും. പക്ഷെ ഈ മാറ്റം ഒക്കെ കൊണ്ടുവരണമെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, ഞാൻ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുക ജീവിതത്തിൽ. അപ്പോൾ മാറ്റം ഉറപ്പായിട്ടുണ്ടാവും. കാരണം എല്ലാ മനുഷ്യരിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഏത് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അതിനെല്ലാം മാറ്റം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ക്ലാസ്സുകളൊക്കെ പഠിപ്പിക്കുന്നത്. കാരണം ഇത് ഞാൻ പറയുന്നത് വെറുതെ ഏതെങ്കിലും ഒരു ഗൂഢശാസ്ത്രങ്ങളോ മറ്റൊന്നും അല്ല പറയുന്നത്. അത്രയും കൃത്യമായി നമ്മുടെ മൈൻഡിനെ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ, നമ്മുടെ ബ്രെയിനിനെ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയവും അതിൻ്റെ അനുസരിച്ചുള്ള വേദാന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിത രീതിയും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും മാറ്റം ഉണ്ടാകുന്നത്. കാരണം ഇത് മാറാത്തതും ഉൾക്കൊള്ളാത്ത ഒരു മനുഷ്യ ജീവനും ഉണ്ടാവില്ല. ഒരു മനുഷ്യ ജീവനും അല്ല, ഒരു ജീവനും ഉണ്ടാവില്ല. അത്രയും ലളിതമായിട്ടുള്ള പ്രപഞ്ച സത്യമാണ്. പ്രപഞ്ച സത്യമാവും. പിന്നെ പ്രപഞ്ചത്തിലുള്ളത് മാറ്റപ്പെടാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം അഭിച്ചുകൊണ്ട് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്ലാസ് എന്ന് പറഞ്ഞത് ഞാൻ വളരെ ലളിതമായിട്ട് പറയാം. നോക്കൂ, നമ്മളെല്ലാം ഇപ്പൊ നിങ്ങൾ എന്നെ ഇത്രയും ആൾക്കാർ എൻ്റെ മുമ്പിൽ ഇരിക്കണ്ടേ, നിങ്ങൾ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ സന്തോഷം എന്ന് പറയുന്നത്, സന്തോഷം കിട്ടാത്തവരാണോ നമ്മൾ? ആക്ച്വലി സന്തോഷം കിട്ടാത്തവരായിട്ടാണോ നമ്മൾ ഇതുവരെ ജീവിച്ചത്? അല്ല, കിട്ടിയ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്തവരായിട്ടാണോ? ഒന്ന് നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്തു. എനിക്ക് സന്തോഷം ഇതുവരെ കിട്ടിയിട്ടേയില്ല, എനിക്ക് കിട്ടാത്ത ഒരാളാണ്, ഇപ്പോഴാണ് കിട്ടി തുടങ്ങി. ഓക്കെ, ഇപ്പൊ എന്തായാലും കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യമില്ല. ഇപ്പോഴത്തെ അവസ്ഥയില, കുറച്ച് മുമ്പത്തെ അവസ്ഥയിലേക്ക് നിങ്ങൾ പോയിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക. സന്തോഷം കിട്ടാത്തതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നം? യെസ് എന്ന് പറയുന്നവരും ടൈപ്പ് ചെയ്ത് സന്തോഷം കിട്ടാത്തതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള പ്രശ്നങ്ങൾ. യെസ് 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 യെസ്. ഇപ്പൊ ആരും ടൈപ്പ് ചെയ്യില്ല, കാരണം പഴയതെല്ലാം മറന്നുപോയി. അതുകൊണ്ട് ആ ചോദ്യത്തിനോട് വലിയ പ്രശസ്തി ഇല്ലെന്ന് എനിക്കറിയാം. കാരണം പണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. ഇപ്പൊ ടൈപ്പ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും നോയേ പറയുള്ളൂ. കാരണം അത് കഴിഞ്ഞു പോയ കാര്യമാണ്. ഈ നോ പറഞ്ഞ ആള് തന്നെ ആദ്യം എന്നോട് പറഞ്ഞെന്താ അറിയാം? എന്റെ ജീവിതം ഇങ്ങനെയാണ്. അത് യാഥാർത്ഥ്യമായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും നോയേ പറയുള്ളൂ, നോയേ പറയുള്ളൂ, ഉറപ്പാണ്. പക്ഷെ യൂട്യൂബിൽ നിൽക്കുന്നവരോട് ചോദിക്കുന്നത്, എനിക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ കുറച്ച് എസ് വേണേ, അതുകൊണ്ടാണ്.
അല്ലെങ്കിൽ ആർക്കാ ക്ലാസ് എടുക്കുന്നത്? സന്തോഷം കിട്ടാത്തവർക്കല്ലേ ഞാൻ ക്ലാസ് എടുത്തത്. സന്തോഷം കിട്ടുന്നവർക്ക് സന്തോഷം കിട്ടുന്നതിനെ പറ്റി ക്ലാസ് എടുത്തിട്ട് എന്താ കാര്യമുള്ള? ഒരു കാര്യമില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും സെറ്റായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം ഇനി ഇതിനകത്ത് പിടിച്ച് പുറത്താക്കിയിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരണം ഇവിടെ ക്ലാസ് എടുക്കാൻ. നിങ്ങളെല്ലാം പെയ്ഡ് ക്ലാസ്, എല്ലാത്തിനും പെയ്ഡ് ക്ലാസ് കൊണ്ടിരുത്തിയിട്ട് അവിടെ ഇതിന്റെ അടുത്ത തലം പഠിപ്പിക്കാം. ഇവിടെ ഫ്രീ ക്ലാസ് കൊടുക്കുന്നതല്ല ഇനി മറ്റു പുതിയ ആൾക്കാർക്ക് വേണം. അല്ലെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റാതോ? എനിക്ക് ആ കോൺസെപ്റ്റ് പറഞ്ഞു തന്നിരിക്കുവാൻ. നിങ്ങളെല്ലാവരും സന്തോഷമുള്ളവരാണെങ്കിൽ പിന്നെ സന്തോഷം കിട്ടുന്നതിനെ പറ്റി നിങ്ങളോട് എന്താ പറയാ? ഒന്നും പറയാനില്ലല്ലോ അല്ലേ? യെസ്. അപ്പോ മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാവരും എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ വളരെ ക്ലിയറായി വളരെ ലളിതമായി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ഇങ്ങനെ അല്ലായിരുന്നു ചിന്തിച്ചത്. ഇപ്പൊ പറഞ്ഞതായ അല്ല നമ്മുടെ എല്ലാ യഥാർത്ഥ ചിന്ത എന്ന് പറയുന്നത്. നമുക്ക് സന്തോഷം ഇല്ല, കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞ് നടക്കുന്നവരായിരുന്നു നമ്മൾ. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഒരു പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും എല്ലാവരുടെ കയ്യിലും പുസ്തകം ഉണ്ടല്ലോ. ഇല്ലാത്തവരെ നോക്കുക, മനസ്സൊരു വിസ്മയം എന്ന് പറയുന്ന പുസ്തകം. ഇതിനകത്ത് കൃത്യമായി പറയുന്നത് ജേർണി ടു ഹാപ്പിനെസ്. ഇതിന്റെ ഇംഗ്ലീഷ് പേരാണ് ജേർണി ടു ഹാപ്പിനെസ്, സന്തോഷത്തിലേക്കുള്ള യാത്ര. നമ്മുടെ ഏറ്റവും കോറായിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ട് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ജേർണി ടു ഹാപ്പിനെസ് ആണ്, സന്തോഷത്തിലേക്കുള്ള യാത്ര പോവാം. ഇവിടെ എല്ലാവരും ഇന്നും ഞാൻ നമ്മുടെ ഒരു സ്റ്റുഡന്റ് എനിക്ക് ജേർണി ടു ഹാപ്പിനെസിന്റെ ഒരു പോയിന്റ് ഇത് നമ്മുടെ എന്താ പറയാ ചെയ്യേണ്ട ടാസ്ക് ചെയ്ത് അയച്ചപ്പോഴും അതിൽ വന്ന അതേ പോയിന്റിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി എലാബറേറ്റ് ചെയ്ത് പറയുന്നു. പലരും കരുതുന്നത് എന്ന് വെച്ചാൽ സന്തോഷം എവിടെയെങ്കിലും പോയി കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടാനുള്ള ഒരു വസ്തുവാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അത് ചിലവർക്ക് പണം കിട്ടിയാൽ സന്തോഷമാകുമെന്ന് കരുതുന്നു, ചിലവർ ജോലി കിട്ടിയാൽ സന്തോഷമാണെന്ന് കരുതുന്നു, ചിലവർ നല്ല ബന്ധങ്ങൾ ഉണ്ടായ സന്തോഷമാണെന്ന് കരുതുന്നു, ചിലവർ നല്ല ആരോഗ്യം ഉണ്ടായാൽ സന്തോഷമാകുമെന്ന് കരുതുന്നു, ചിലവർ നല്ല അംഗീകാരങ്ങൾ കിട്ടിയാൽ സന്തോഷമാണെന്ന് കരുതുന്നു. അങ്ങനെ 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 നിങ്ങൾ കരുതുന്ന സന്തോഷത്തിന്റെ അളവ് വളരെ വലുതാണ്. അതിപ്പോ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തു, നിങ്ങൾക്ക് എന്ത് കിട്ടിയാലാണ് സന്തോഷമാകുക എന്നൊന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്താണ് സന്തോഷത്തിന്റെ അളവുകോൽ, അല്ല എന്ത് കിട്ടിയാലാണ് നിങ്ങൾക്ക് സന്തോഷമാവുക. ഈ ക്ലാസ് മുമ്പേ ആദ്യമൊക്കെ ആണെങ്കിൽ ഞാൻ എടുക്കുന്നതെങ്കിൽ ഇങ്ങനെയല്ല എനിക്ക് പറയാൻ പറ്റുക. സന്തോഷം കിട്ടാൻ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദ്യം ചോദിക്കുന്നത്. ഇപ്പൊ ചോദിച്ചാൽ നിങ്ങൾ പറയും ഒന്നും വേണ്ട സാറിനെ കണ്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ പറയും ഈ ക്ലാസ് ഇപ്പൊ സന്തോഷമാണ്, ഇനി എന്തിനാ വേണ്ടതെന്ന് പറയുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ആ ചോദ്യത്തിനോട് പ്രശസ്തി ഇല്ലാതായിപ്പോയി. അപ്പോ ഇവിടെ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഉണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സന്തോഷം എന്ത് കിട്ടിയാൽ നിങ്ങൾ സന്തോഷവതിയും, എന്ത് കിട്ടിയാൽ നിങ്ങൾ സന്തോഷവതിയും സന്തോഷവാന്മാരുമാകും? കാശ് കിട്ടിയാൽ അല്ലേ? ഒന്നുമില്ല. പണ്ടൊക്കെ ലോട്ടറി അടിച്ചാൽ വലിയ അയ്യോ ലോട്ടറി അടിച്ചേന്ന് പറഞ്ഞത്. ഇപ്പൊ ലോട്ടറി അടിച്ചത് ഒരു കോമണായി ലോട്ടറി അടിച്ചു സാറേ. കാരണം ഇത് യൂസ് ആയി കഴിഞ്ഞു. എന്ത് ലോട്ടറി ഇപ്പൊ, അല്ലെങ്കിൽ ലോട്ടറി അടിക്കുന്നതിന് ഇപ്പൊ അതുകൊണ്ട് ഇനി ലോട്ടറി ടെക്നിക്കൊന്നും പഠിപ്പിച്ചൊന്നും ആർക്കും കാര്യമില്ല. കാരണം ഇപ്പൊ ലോട്ടറിയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. 5000, 10000, 25,000, 50,000. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം 60 ലക്ഷം രൂപ ലോട്ടറി അടിച്ച് കിട്ടിയിട്ട് മിണ്ടിയില്ല. പറഞ്ഞു സാറേ പറയാനൊന്നും ഇല്ലെന്ന്, 60 ലക്ഷമല്ലേ കിട്ടിയുള്ളൂ. ആ അവസ്ഥയിലുള്ള ആൾക്കാരാണ് ഇപ്പൊ എന്റെ ക്ലാസ്സിലുള്ളത്. എന്താ അവരോട് പറയാ? ഒന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ആ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ പണമൊന്നുമല്ല സന്തോഷത്തിന്റെ താക്കോൽ. നമുക്കൊരു കോഴ്സ് തന്നെ ഉണ്ട്, സന്തോഷത്തിന്റെ താക്കോലുകൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ സന്തോഷം ഒരു അവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുള്ളൂ. സന്തോഷം ഒരു അവസ്ഥയാണ്, അതൊരു കഴിവാണ് എന്നറിയുക. എങ്ങനെയാണ് സന്തോഷമായി നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്, ഒരു കഴിവാണ്. ഇത് എഗ്രി ചെയ്യുന്നുണ്ടോ നിങ്ങൾ? സന്തോഷം എന്ന് പറയുന്നത് ഒരു കഴിവാണോ? അല്ല, ഭർത്താവ് 2 അപ്രിസിയേഷൻ തന്നാല്, നമുക്ക് നല്ല ജോലി കിട്ടിയാല്, ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ കിട്ടുന്ന സാധനമാണോ ഈ സാധനം? അല്ല എന്നറിയുക. ഇത് നിങ്ങളിൽ തന്നെയുള്ള ഒരു കഴിവാണ്. ഈ കഴിവിനെ മനസ്സിലാക്കാത്തടത്തോളം മാത്രം കഴിവ് നമുക്ക് സ്കില്ല് നമ്മൾക്കില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്കില്ല് നമ്മളിൽ ഇല്ല. ആ സന്തോഷം അനുഭവിക്കേണ്ട സ്കില്ല് നമ്മളില്ല. അപ്പൊ എന്താണ് അടുത്ത വഴി? വാട്ട് വിൽ ഡു നെക്സ്റ്റ്? എവിടെ നിന്നാണ് ഈ സന്തോഷം ജനിക്കുന്നത്? എന്തുകൊണ്ടാണ് പലർക്കും ഇത് അനുഭവിക്കാൻ കഴിയാത്തത്? എന്ത് പ്രോഗ്രാമുകളാണ് നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞത്? അല്ലെങ്കിൽ സന്തോഷത്തെ ശീലമാക്കാൻ ഞാൻ എന്ത് സ്കില്ലാണ് പഠിക്കേണ്ടത്? സ്കില്ലില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആർക്കാൻ പറ്റുന്ന സ്കില്ലങ്ങ് പഠിക്കുക അല്ലേ? ആർക്കും പഠിക്കാൻ പറ്റുന്ന സ്കില്ലുകളാണ് എന്നുള്ളത് അറിയുക. സന്തോഷം എന്ന് പറയുന്നത് ഒരു സ്കില്ല് നമ്മൾ സ്വായത്തമാക്കിയാൽ മതി. എങ്ങനെ? നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് പുതിയതാക്കി ബാക്കി കാര്യങ്ങൾ ഉണ്ടാക്കാം. ശരിക്കും നേരത്തെ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ അയച്ചിരുന്നു, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു, റീൽസ് കണ്ടിരുന്നു. ശരിക്കും നമ്മൾ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ? നമ്മുടെ മിറാക്കിൾ മോർണിംഗ് ക്ലാസ്സിനകത്ത് നേരത്തെ ഞാൻ ഒരാളെ റിമൂവ് ചെയ്തു.
ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അടുത്ത കുറേ കാലത്തിന് ശേഷം ഒരാൾ റിമൂവ് ചെയ്തു. ആ ചോദ്യത്തിന്റെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചത്. ശരിക്കും നമ്മൾ സന്തോഷം അനുഭവിക്കുന്നുണ്ട്? ഞാൻ ഇത്രയും നിങ്ങളെ ക്ലാസ് പഠിപ്പിച്ച് അവരെല്ലാ ക്ലാസ്സിലും പങ്കെടുക്കുന്ന ആളാണ്. എല്ലാ ക്ലാസ്സിലും പങ്കെടുത്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഒരു കാര്യത്തെ പ്രതികരിക്കേണ്ട രീതിയെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനോ പ്രതികരിക്കേണ്ട രീതി അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ട് എന്ന് പറയാൻ പറ്റും? എങ്ങനെ സന്തോഷം വരുന്നത്? പ്രതികരണത്തെ രീതി അനുസരിച്ചിരിക്കും. നമ്മൾ എങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരോട് പെരുമാറുന്നത്. അതിനനുസരിച്ചായിരിക്കും മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്നത്. അപ്പോൾ ശരിക്കും സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട സാധനമല്ല, അത് അകത്ത് നിന്ന് ഉണ്ടായിരിക്കേണ്ട സാധനമാണ്. മറ്റതെല്ലാം സന്തോഷമുണ്ടെന്ന പോലെ അഭിനയിക്കുന്നത് മാത്രമാണ്. ഇവിടെ ഇപ്പൊ എന്റെ ക്ലാസ്സിലിരിക്കുന്ന ഞാൻ ഓരോ ആളിപ്പോ 100 പേരിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായി പറയാം, ഒരു 50 പേര് പോലും ഉണ്ടാവില്ല യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നവർ. ബാക്കിയെല്ലാം ജസ്റ്റ് തൽക്കാലത്തിലുണ്ട്. പക്ഷെ ഈ സാധനം വിട്ടുപോകുമ്പോൾ ഇപ്പോഴും ഈ മോട്ടിവേഷനകത്ത് നിൽക്കുകയാണ്. ഇതങ്ങ് വിട്ടുപോകുമ്പോൾ സന്തോഷത്തിന്റെ അളവ് കോലം അങ്ങോട്ട് പോകും. കാരണം അറിയോ, ആ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ആ സ്കില്ല് നിങ്ങളിൽ അറിവുണ്ട്, സ്കില്ലായിട്ടില്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇന്നത്തെ ഹാപ്പി 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 എന്ന് പറയുന്നു, ഹാപ്പി ആകുന്നു. ജോലി പോകുന്നു, ജോലി സമ്മർദ്ദമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, ഇല്ല എന്ന് വരുത്തി തീർക്കുന്നു. കടങ്ങളൊക്കെ നമുക്കുണ്ട്, കടം വരുമ്പോൾ ഇല്ല, ഒന്നും കുഴപ്പമില്ല, ശരിയാവും എന്ന് പറയുന്നു, സമാധാനിപ്പിക്കുന്നു. അവിടെയും സന്തോഷം നിലനിർത്തുന്നു. ബന്ധങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചിറ്റലും പൊട്ടലും ഉണ്ടാവുന്നു. എന്നിട്ട് പറയുന്നു സാരമില്ല, ശരിയാക്കാം എന്ന് പറഞ്ഞ് കുഴപ്പമില്ല, നന്നാക്കി റെഡിയാകട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും സന്തോഷിക്കുന്നു. മറ്റൊരാൾക്കാർ ബന്ധത്തിൽ മുഴുവൻ വിള്ളലുകൾ അടഞ്ഞ് കരഞ്ഞു കടിച്ച് നടക്കണം. രാത്രി ഉറങ്ങാൻ പോകുന്നു, മനസ്സിലുള്ള ഒരുപാട് ചിന്തകൾ കാര്യങ്ങളൊക്കെ തളഞ്ഞു മറിയുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ, ഞാൻ സന്തോഷവാനാണെന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിക്കുന്നു ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടർ ഇത് ഇല്ല. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ പെട്ടതായിരിക്കും നിങ്ങൾ എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങൾ സ്വയം വിശകലനം ചെയ്യണം, ഏത് കൂട്ടത്തിൽ പെട്ടു എന്നുള്ളത്. ചിലവരെന്ത് പറയുന്നു വെച്ചാല്, സാധാരണ ഇപ്പൊ ഈ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാത്ത ആൾക്കാരുണ്ട്, ഒരു വിഭാഗം ഉണ്ടല്ലോ, നിങ്ങൾ ഇനിയിപ്പോ അവരെയൊക്കെ കാണുമല്ലോ. അവർ പറയുന്നത് എന്താണ്, ജീവിതം ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ പോയാൽ മതി, എനിക്കിപ്പോ എന്ത് സന്തോഷം, 50 വയസ്സായി, ഇനി എന്ത് സന്തോഷം, ഇതുവരെ ജീവിതത്തെ അനുഭവിച്ചിട്ടില്ല, ഇനി എന്ത് സന്തോഷം, എല്ലാവർക്കും സുഖമുണ്ട് പക്ഷെ എനിക്ക് മാത്രമില്ല. ഇത് നിത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ അവർക്ക് അങ്ങ് അയൽവാസികളൊക്കെ നാളെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ പറയാ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഈ ലിങ്ക് ഒന്ന് തരാം, ഒന്ന് കണ്ടോളൂ, എന്നിട്ട് അവിടെ പറഞ്ഞു, അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. എനിക്കൊന്നും പറയാനില്ല, നിങ്ങളായിട്ടൊന്നും പറയണ്ട. പറയാൻ നിന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളുള്ള സന്തോഷത്തേക്കും കളയും. ഏതാണ്, നിങ്ങൾ അഭിനയിക്കുന്ന സന്തോഷമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തെയും കൊണ്ട് അവർ പോകും. അല്ല, നിങ്ങൾ യഥാർത്ഥ സന്തോഷവാനാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ, നിങ്ങളോട് കുറേണ്ടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെ പുഞ്ചിരി കാണുമ്പോൾ തന്നെ അവർ പറയും, അല്ല നീ എങ്ങനെയാ മാറിയത്, അതൊന്ന് പറഞ്ഞു തരാവോ. നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല, അവർ ഇങ്ങോട്ട് ചോദിക്കും, ഒന്ന് പറഞ്ഞു തരാം. അവർക്ക് പറഞ്ഞു കൊടുത്തു. മറ്റുള്ളവർക്ക് ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ട് അവരോട് വേണമെങ്കിൽ മാറും, രക്ഷപ്പെടുന്നവൻ രക്ഷപ്പെട്ടെ എന്ന് പറഞ്ഞു വിട്ടാൽ. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താന്ന് വെച്ചാൽ, നമ്മളാരും സന്തോഷം കിട്ടാത്തവരല്ല. സന്തോഷം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിവില്ലാത്തവർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ റെഡിയാണല്ലോ, ഇത് പഠിക്കണോ, ഇതറിയണോ, നിങ്ങൾക്ക് സന്തോഷം സന്തോഷം പിടിച്ചെടുക്കുന്ന ഒരാളായി മാറണോ? അല്ല, സന്തോഷം അതിന്റെ വഴിക്ക് പോട്ടെ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകാന്നല്ലേ. സന്തോഷം മനസ്സിലാക്കാനും സന്തോഷം ഉൾക്കൊള്ളാനും അനുഭവിക്കാനും പറ്റുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മളെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. നമ്മൾ സന്തോഷം എന്ന് പറയുന്ന സാധനം ഒരുപാട് ഘടകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രം ഉണ്ടാവുന്നതാണ്. ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ് പഠിച്ചവർ അതുകൊണ്ടാണ് സൈലൻസ് ആയി മാറുന്നത്. അവർ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനിരിക്കാതെ വെച്ചാൽ ഈ ഘടകങ്ങളെല്ലാം അവർ ജേർണി ടു ഹാപ്പിനെസ് കോഴ്സ് പഠിച്ചവർ മാത്രമാണ് ഈ സന്തോഷം, പിന്നെ അവർക്ക് അഭിനയമില്ല, സന്തോഷം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് തൽക്കാലം അഭിനയിക്കാം. ലോ ഓഫ് അട്രാക്ഷൻ മറ്റെല്ലാം പഠിക്കുമ്പോൾ അഭിനയിച്ച് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം, അതിലേക്ക് എത്താം. പക്ഷെ ജേർണി ടു ഹാപ്പിനെസ്സിൽ പോകുമ്പോൾ പിന്നെ അവർ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ആ അനുഭവിച്ച എന്താ കുഴപ്പം, എന്താ വ്യത്യാസം എന്നറിയോ? നീ നിനക്ക് സന്തോഷത്തിലാണോ? ദുഃഖമുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇത്രയേ ബാക്കിയുള്ളൂ, ബാക്കിയൊന്നും പറയാനില്ല, എക്സ്പ്രഷൻ ഇല്ല. കാരണം എന്താണെന്നറിയോ, ഒരു കാര്യത്തെ അനുഭവിക്കുകയാണ്, പിന്നെ അതിനെപ്പറ്റി എന്ത് പറയാനുള്ളത്? പറയാൻ വാക്കുകളില്ല. കാരണം ഞാനതായി ഇനിയിപ്പോ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു വകുപ്പും ഇല്ലാത്ത അവസ്ഥയിൽ കടന്നു പോകും.
എങ്ങനെയാന്ന് വെച്ചാൽ ഇത് കൃത്യമായി നമ്മുടെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, എന്താണ് നമ്മുടെ സന്തോഷത്തിന്റെ യഥാർത്ഥം നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത് മനസ്സിലാവും. സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമുക്ക് 4 ഹോർമോണുകൾ കൃത്യമായി നമ്മൾ വർക്ക് ചെയ്യണം. ഹാപ്പി ഹോർമോൺസ് അല്ലെ ഹാപ്പി കെമിക്കൽസ് എന്ന് പറയുന്ന ഒരു 4 കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും. അതായത് ഡോപ്പമൈൻ, ഓക്സിറ്റോക്സിൻ, സെറിട്ടോൺ, എൻഡോർഫിൻ. ഈ 4 സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് സന്തോഷം ഉണ്ടാകാൻ പറ്റുക. അല്ലെങ്കിൽ ഒരു വഴികളുമില്ല. കാരണം ഇത് ബോഡിയുടെ എസെൻഷ്യൽ ആയിട്ടുള്ള ഹാപ്പി ഹോർമോൺസ് എന്ന് പറയും. എസെൻഷ്യൽ ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. ഈ കെമിക്കൽസ് എല്ലാവർക്കും ഉണ്ടാവും. ഈ കെമിക്കൽസ് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഇത് ആക്ടിവേറ്റ് ആവില്ല. എന്തുകൊണ്ട് ആക്ടിവേറ്റ് ആവില്ല? കാരണം അതിനെ ഉപയോഗിക്കാതെ കുറെ കാലങ്ങളായിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യില്ല. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, ഉദാഹരണം പറയാം. ഇതൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. ഡോപ്പമൈൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിക്കഴിയുമ്പോൾ, അപ്രിസിയേഷൻ കിട്ടുമ്പോൾ, നമ്മൾ ചെയ്യാൻ വിചാരിച്ച കാര്യത്തെ ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിവാർഡാണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. അത് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു പണി ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഫിനിഷ് ആയി എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് വരണം. ഇത് ചെയ്യാത്തവന്, ഒരു വർക്കും ചെയ്യാത്തവന്, ഒരു കംപ്ലീഷനും ചെയ്യാത്തവന് പിന്നെ എങ്ങനെയാണ് ഡോപ്പമിൻ ഉണ്ടാവുക? രാവിലെ എഴുന്നേറ്റു, വെറുതെ ഇരിക്കുന്നു, കിച്ചണിൽ കയറി കുറച്ച് സാധനം ഉണ്ടാക്കി അതങ്ങ് കൊടുത്തു, ജോലിക്ക് പോകണം. രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, നേരെ ജോലിക്ക് പോയി, ജോലിയിൽ എന്തോ ചെയ്തു വന്നു, പിന്നെ തിരിച്ച് വീട്ടിലെത്തി. ഇത് ഒരു റിവാർഡ് കിട്ടണ്ടേ, അംഗീകാരം കിട്ടണ്ടേ, നമ്മൾക്ക് ആക്ടിവേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു പ്രവൃത്തിയും ചെയ്തില്ലെങ്കിൽ സന്തോഷം കിട്ടില്ല. അതുപോലെ തന്നെയാണ് ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത്. ആരോട് ചോദിച്ചാൽ, ആരോട് സംസാരിച്ചാലും പരാതി മാത്രമേ പറയാനുള്ളൂ. അവരെ പറ്റിയും പരാതി, ഇവരെ പറ്റിയും പരാതി, അമ്മയെ പറ്റി പരാതി, അച്ഛനെ പറ്റി പരാതി, മക്കളെ പറ്റി പരാതി, ഒക്കെ പരാതികളുള്ളൂ. ഒരു ബന്ധത്തിനും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഒരു ബന്ധത്തിനും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ബന്ധങ്ങളിൽ കിട്ടുന്ന സന്തോഷത്തിലൂടെയാണ് ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്ന ഡോപ്പമിൻ ഉണ്ടാവുന്നത്, ആക്ടിവേറ്റ് ആവുന്നത്. ബന്ധങ്ങളിൽ ഒരു സന്തോഷം കണ്ടെത്താത്ത ഓക്സിൻ ഉണ്ടാവുമോ? ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സെറിട്ടോൺ എന്ന് പറയുന്നത്. അവനവനെ അറിയാത്തവൻ മറ്റുള്ളവരെ അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ വില എനിക്കറിയില്ലെങ്കിൽ ഞാൻ ആരാണ്, എന്താണ് എന്റെ കഴിവ്, എന്താണ് എന്റെ കഴിവുകേട്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് എന്ത് ചോദിച്ചാലും എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് കൊള്ളില്ല, അയ്യോ ഞാൻ ചെയ്തതല്ല അബദ്ധം, അയ്യോ ഇതില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സെറിട്ടോൺ എന്നൊരു സാധനം ഓപ്പൺ ആവുകയില്ല. എന്ത് ചോദിച്ചാൽ, ചില ആൾക്കാരുണ്ട്, എന്ത് ചോദിച്ചാൽ അയ്യോ സാറേ എന്നെ കൊണ്ടത് പറ്റുമോ, അയ്യോ അത് സാധിക്കും. ഇതെന്താ? അവനവനെ അറിയില്ല, അവനവന്റെ കഴിവിനെയോ ഒന്നിനെ അറിയാത്ത ഒരാൾക്ക് സെറിട്ടോൺ എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ടാവുകയില്ല. ആക്ടിവേറ്റ് ആവില്ല. അവിടെയും സന്തോഷം. 4-മത്തെ കാര്യം എൻഡോർഫിൻ എന്ന് പറയുന്നത്. വേദന ഉണ്ടാകുമ്പോൾ മാത്രം, അല്ലെങ്കിൽ സമ്മർദ്ദം മാത്രം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് കുറയ്ക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നത്, അല്ലെ? അല്ലാത്ത സമയത്ത് അത് കുറക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെയില്ല, അതില്ലാത്ത ആളോ എന്ത് സംഭവിക്കും? ഒരു വേദനയും നമ്മൾ എടുക്കില്ല, ഒരു സമ്മർദ്ദത്തിൽ നമ്മൾ പോകില്ല. നമ്മൾ ഇങ്ങനെ കംഫർട്ടിൽ അങ്ങനെ രാവിലെ എഴുന്നേക്കും, വൈകിട്ട് ഉറങ്ങും, രാവിലെ എഴുന്നേക്കും, വൈകിട്ട് ഉറങ്ങും, ഇങ്ങനെ പോകും. എൻഡോർഫിൻ ഉണ്ടാവില്ല. ഈ 4 കെമിക്കൽസുകളും സ്വയം ആക്ടിവേറ്റ് ചെയ്യുന്ന കെമിക്കൽസ് അല്ല, ഇത് ആക്ടിവേറ്റ് ചെയ്യപ്പെടേണ്ട കെമിക്കൽസ് ആണ് എല്ലാം. എങ്ങനെയാണ്? നമ്മുടെ ചിന്തകളും പ്രവൃത്തികളിലൂടെ മാത്രം ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത് മനസ്സിലാക്കണം. ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയതാണ് യുവർ തോട്ട്സ് ക്രിയേറ്റ് യുവർ ഇമോഷണൽ കെമിസ്ട്രി എന്ന് പറയും. സയൻസ് പറയുന്നത് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഇമോഷണൽ കെമിക്കൽസിന് ഉണ്ടാക്കുന്നത്. ഇത് മനസ്സിലായവന് മാത്രമേ ഈ സന്തോഷം അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇതൊരു ശരിക്കും ഒരു സ്കില്ലാണ്, ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പക്ഷെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്നത് എന്താണ്? എപ്പോഴും ഭയത്തിലാണ്. ഭയം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കലിന്റെ പേരാണ് കോർട്ടിസോൾ. അത് കംപ്ലീറ്റ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. നന്ദി എന്ന് പറയുന്ന സാധനം നമുക്ക് ചിന്തിക്കാൻ പോലുമില്ല. നന്ദിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സെറിട്ടോൺ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല, സ്വയം വിലയില്ല. സ്നേഹം എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ ഓക്സിറ്റോക്സിൻ ഉണ്ടാവില്ല. അപ്പോ
ഇതൊക്കെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ സാധനത്തെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുക. ഇതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം, അറിയണം. എന്തൊക്കെ റീസൺസ് ആണ് ഞാനൊരു 5 റീസൺസ് പറയാം എന്താണ് യഥാർത്ഥത്തിൽ ആൾക്കാർ സംഭവിക്കുന്നത്. 5 റീസൺസ് ഫാസ്റ്റ് പറഞ്ഞു പോവാം. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ സയന്റിഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, സൈക്കോളജിക്കൽ ആയ കാര്യങ്ങളാണ് പറഞ്ഞത്. 5 കാര്യങ്ങൾ, യഥാർത്ഥത്തിൽ 5 കാര്യം. ഒന്നാമത്തെ എഴുതി വെച്ചോളൂ, കമ്പാരിസൺ സിൻഡ്രം എന്ന് പറയുന്ന സാധനം. കമ്പാരിസൺ സിൻഡ്രം അവനുണ്ട്, എനിക്കില്ല, അത്രേ ഉള്ളൂ, തീർന്നു. പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ കാണുന്നു, നോക്കൂ അവരിട്ടിരിക്കുന്നു, അയ്യോ എന്റെ വീട്ടിലെ അവസ്ഥ. സോഷ്യൽ മീഡിയക്കാരുടെ വീട്ടിലെ അവസ്ഥ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ എല്ലാം സോഷ്യൽ മീഡിയ ആണല്ലോ. അവര് ഭയങ്കര ബിസിനസ്സാണ്, എന്റെ ബിസിനസ് ഒന്നും നടക്കുന്നില്ല. അവർ എന്താ ഇട്ടിരിക്കുന്ന ചുരിദാർ, എന്റെ അമ്മ, എനിക്ക് ഒരെണ്ണം വാങ്ങിക്കാൻ കഴിയില്ല. എന്തോ വീട്, അവരുടെ വീട് കണ്ടാൽ തന്നെ എനിക്കോ എന്റെ വീടോ. ഇത് പറഞ്ഞുകൊണ്ട് ഈ സാധനം നോക്കുന്നുള്ളൂ. വീട് ഉണ്ടാവണമെങ്കിൽ വെറുതെ ഉണ്ടാവില്ല, അതൊന്നുമില്ല. കമ്പാരിസൺ സിൻഡ്രം ഏറ്റവും അപകടം പിടിച്ചാണ് സോഷ്യൽ. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ട്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പരിപാടിയില്ല, കോമൺ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന മാത്രമേ ഉള്ളൂ. ഒരു ജഗപൊകകളില്ല, ഒരു അനിമേഷൻസ് ഇല്ല, ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ അന്ന് നിങ്ങൾ കാണുന്ന 1 വർഷം മുമ്പ് കാണുന്ന അതേ കോട്ട്, അതേ ഷർട്ട്, ഇത് തന്നെ, അതേ ക്ലാസ്സിലിരുന്ന് സംസാരിക്കുന്നു. ഇവിടെ ഒന്നുമില്ല കമ്പാരിസൺ. ഒരു കമ്പാരിസണും എനിക്ക് ആഗ്രഹമില്ല. മറ്റൊരാളെ പറ്റിയിട്ട്, മറ്റേ കോമ്പറ്റീറ്ററെ സംബന്ധിച്ചോ ഞാനൊരു കമ്പാരിസൺ ചെയ്യുന്നില്ല. എനിക്കതിന് ആവശ്യമുണ്ടെന്നൊന്നുമില്ല. കാരണം എന്താ, കമ്പാരിസൺ ആരെയും ചെയ്യുന്നത്? ഞാൻ എന്നെ തന്നെ ഞാൻ എന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് എന്തുണ്ട്, എനിക്ക് എന്തില്ല എന്നുള്ള കമ്പാരിസൺ നമുക്ക് വേണ്ട. നമുക്ക് എന്ത് വേണം അതാവണം. അവന് കാറുണ്ട്, എനിക്ക് കാറില്ല. അയൽവാസി കാറ് മേടിച്ചു, അയൽവാസി നമ്മൾ ഷിഫ്റ്റ് മേടിച്ചാൽ എനിക്ക് ബ്രീസ തന്നെ വാങ്ങിക്കണം. കാടമാണെന്ന് എന്ന് നോക്കേണ്ട ആവശ്യമില്ല, എനിക്ക് വാങ്ങിച്ചു. കമ്പാരിസൺ സിൻഡ്രം ഇസ് എ വെരി ഡേഞ്ചറസ്. കമ്പാരിസൺ ഈസ് ഈക്വൽ ടു പെർമനന്റ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം. നിങ്ങൾ എപ്പോഴും കമ്പാരിസണിൽ പോകുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ അവിടെ നടക്കും. ഒരു സന്തോഷവും അനുഭവിക്കാൻ സാധിക്കില്ല. ഒരു സന്തോഷവും അനുഭവിക്കാൻ സാധിക്കില്ലെന്നറിയാം. രണ്ടാമത്തെ കാര്യം, പഴയ കാല ചിന്തകൾ, പാസ്റ്റ് പെയിൻ ക്യാരിങ്. പഴയ കാല ചിന്തകളല്ല, പഴയ കാല ദുരനുഭവം. പലരും ഇന്ന് ജീവിക്കുന്നില്ല, ഇപ്പോൾ ജീവിക്കുന്നില്ല. ഇന്നലകൾ ജീവിച്ചിരുന്നു, ഇന്നലകൾ ജീവിക്കുന്നു, നാളുകൾ ജീവിക്കുന്നു. ഇന്നത്തെ ജീവിക്കുന്നതേ ഇല്ല. ഇപ്പൊ എന്താ നിങ്ങളുടെ അവസ്ഥ? സാറേ മിനിയാന്ന് അവിടെ ഇത് പോയപ്പോ കഴിഞ്ഞ വർഷം അയ്യോ പേമാരിയായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ മഴയേയില്ല, തീർന്നു, രണ്ടുമില്ല. പലരും ഇന്നലകൾ കുടുങ്ങിയാണ് ജീവിക്കുന്നത്. പഴയ വേദനകൾ, പഴയ അപമാനങ്ങൾ, പഴയ നഷ്ടങ്ങൾ, ഇത് തന്നെ. ഹീലിംഗ് ഇല്ലെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടാവുകയില്ല. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അവസ്ഥയെ അറിയുക, നിലവിൽ പ്രസന്റ് കണ്ടീഷനിലേക്ക് വരിക. ഹീലിംഗ് ഇല്ലെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. മൂന്നാമത്തെ കാര്യം, ഫിയർ ഓഫ് ഫ്യൂച്ചർ. ഓക്കെ, പഴയ കാലത്തെ പറ്റി ചിന്തിച്ചു, വരാനിരിക്കുന്ന കാലത്തെ പറ്റി ഭയം മാത്രമാണ്. നാളെ എന്തായിരിക്കുമോ എന്തോ, എന്റെ ജോലി പോകുമോ എന്തോ, എന്റെ കുട്ടികൾ അങ്ങനെ ആകുമോ എന്തോ, എന്റെ കുട്ടികൾ ഇങ്ങനെ ആയിപ്പോകുമോ എന്തോ, നാളെ എങ്ങനെ ജീവിക്കുമോ എന്തോ, എന്റെ കടം തീരുമോ എന്തോ. കടം തീർക്കണം എന്നല്ല, കടം തീരുമോ എന്തോ, എന്റെ കുട്ടികൾ നന്നാകുമോ എന്തോ. പിന്നെന്തിനാ വളർത്തുന്നേ? എന്റെ ജോലി പോകുമോ എന്തോ. പിന്നെ നന്നേ നേരെ ജോലി ചെയ്താൽ പോരെ, ജോലി പോകില്ലല്ലോ. പോകുമോ എന്തോ പേടിയാണ്, നേരെ ജോലി ചെയ്യില്ല, പിന്നെ പോകില്ല, ഉറപ്പല്ലേ. ഭാവിയിലെ പേടി ഇന്നത്തെ സന്തോഷത്തെ മോഷ്ടിക്കുന്നു എന്നാ പറയുന്നത്. നാളത്തെ പറ്റിയുള്ള പേടി നമ്മളെ ഇന്നത്തെ സന്തോഷത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. മോഷ്ടിക്കാൻ നിങ്ങൾ കൊടുക്കോ? അത് കുറച്ചും കൂടി എളുപ്പമല്ലേ. ആരെങ്കിലും നിങ്ങൾ കക്കാൻ കൊടുക്കുമോ? നിങ്ങൾ കൊടുക്കൂലല്ലോ. ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ എല്ലാവരും മോഷ്ടിക്കാൻ കൊടുക്കോ? അത് നിങ്ങൾ സമ്മതിക്കൂല അല്ലെ? സമ്മതിക്കോ? നിങ്ങൾ മോഷ്ടിക്കുന്നല്ല പറഞ്ഞു, മോഷ്ടിക്കാൻ നിങ്ങൾ സൗകര്യം ഒരുക്കി കൊടുക്കുവോ? അവിടെ വെച്ചേക്ക്, നിങ്ങൾ വേണം മോഷ്ടിച്ചു എന്ന് പറയില്ലല്ലോ. ഇല്ല, അതുകൊണ്ട് പറഞ്ഞത് നിങ്ങള് നാളത്തെ പറ്റി വ്യാകുലപ്പെടേണ്ട, യാഥാർത്ഥ്യ ബോധത്തോട് ചിന്തിക്കുക. അതിനാണ് നമ്മൾ
ഇതിനകത്ത് ഒരു ഒരു ചാപ്റ്റർ തന്നെ ഞാൻ ഇതെല്ലാം കൃത്യമായി ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ ജേർണി ടു ഹാപ്പിനെസ് കോഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലൊരു ചാപ്റ്റർ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്? നാളത്തെ ലക്ഷ്യനിർണയം എന്ന് പറയുന്നത്, ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ലക്ഷ്യങ്ങളില്ലാത്ത ജീവിതം എന്തിനാണ്? ദർ ഇസ് നോ ലൈഫ് ഹോപ്പ്, ദർ ഇസ് നോ ലൈഫ്. നാളത്തെ പറ്റിയിട്ട് എന്താവണമെന്ന് ലക്ഷ്യം വേണം. ഭയമല്ല വേണ്ടത്, ലക്ഷ്യം വേണം, അതുണ്ടാവണം. അടുത്ത 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ ഉള്ള ഭയചിന്തകൾ, റോങ് കണ്ടീഷനിങ് ഫ്രം ചൈൽഡ്ഹുഡ് എന്ന് പറയും. ചെറുപ്പം മുതൽ ഉണ്ടാക്കി വെച്ച കുറേ ചിന്തകളുണ്ട്. കഷ്ടപ്പെട്ടാൽ സന്തോഷിക്കാം, അധികം ചിരിച്ചാൽ കരയേണ്ടി വരും. വല്ലാണ്ട് ചിരിക്കരുത്, അത് പാപമാണ്. സന്തോഷിക്കുമ്പോൾ നല്ലോണം സൂക്ഷിച്ചു വേണം. മറ്റുള്ളവര് എന്ത് വിചാരിക്കും? നീ വല്ലാതെ ചിരിക്കല്ലോ കേട്ടോ, അവരെന്ത് വിചാരിക്കും? പറയാൻ നിന്ന് കഴിഞ്ഞാൽ 100 കണക്കിന് പറയാനുണ്ടാവും അല്ലെ? പിന്നെ പറയും സന്തോഷം നമ്മളെ കുടുംബത്തിന് പറഞ്ഞ പണിയൊന്നും അല്ല കേട്ടോ, നമുക്കൊന്നും സന്തോഷം കിട്ടുമൊന്നുമില്ല, നമ്മൾ പാവങ്ങളാ. ചെറുപ്പം മുതലേ കേട്ടുവന്ന കാര്യങ്ങളല്ലേ? ഈ പ്രോഗ്രാമുകളെ മാറ്റാത്തിടത്തോളം കാലം നിങ്ങൾക്ക് സന്തോഷം കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്, ഒരിക്കലും വിചാരിക്കുക പോലും ചെയ്യരുത്, നടക്കില്ല. ഈ പ്രോഗ്രാമുകളെ മാറ്റിയേ പറ്റത്തുള്ളൂ. ഇത് റോങ് പ്രോഗ്രാമാണ്. ചിരിച്ചാൽ കരയേണ്ടി വരുന്നത് എവിടെയാണ്? ഏത് കിതാബിലാണ് എഴുതിയിട്ടുള്ളത്? നിങ്ങളാകുന്ന കിതാബിലല്ലേ ഉള്ളൂ. അധികം ചിരിക്കണ്ട, കരയേണ്ടി വരും. ഇത്രമാത്രം മതിയല്ലോ. ഇത് എങ്ങനെ ഇതിന് ഉത്തരം കണ്ടെത്തുക? ഇപ്പോഴും ഇല്ലേ, പറയണില്ലേ? ചിലയാള് പറയുന്നത് എന്താണെന്നറിയോ? എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ, അതുകൊണ്ട് ഞാൻ ഇനി ചിരിക്കാനില്ല, തീരുമാനിച്ചു. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി, ഇനി ഞാൻ ചിരിക്കാനില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ എന്നോട് പറഞ്ഞത്, സാറേ 63 വയസ്സായി, ഇനി എന്ത് സന്തോഷം? സന്തോഷിക്കുന്നത് മക്കളെല്ലാം നന്നായി കണ്ടാൽ മതി, അതിനുള്ള വഴി സാറ് പറഞ്ഞു. എനിക്ക് വേണ്ടാന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചില്ല, എനിക്കിനി വേണ്ട. എന്നിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ അവരെന്തിനാ നന്നാവുന്നേ? അല്ല, അവര് നന്നാണോ? അല്ല, അത് നന്നായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്താ കാര്യം? അപ്പൊ അവര് നന്നായി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമായല്ലോ. അപ്പൊ സമാധാനമാണ് എന്റെ ആവശ്യം, അവര് നന്നായിട്ട്. എന്നാ പിന്നെ നിനക്ക് സമാധാനം ഉണ്ടായാൽ മതി, അവർ ഓട്ടോമാറ്റിക് നന്നാവൂലേ? അത് നന്നായാൽ മാത്രമേ ഞാൻ സമാധാനപ്പെടൂ എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണ്? ഇത് കൃത്യമായി മനസ്സിലാക്കണം. 5-ാമത്തെ കാര്യം, സന്തോഷത്തെ പുറമേയുള്ള തേടൽ, സീക്കിങ് ഹാപ്പിനെസ് ഔട്ട്സൈഡ്. അവൻ മാറിയാൽ ഞാൻ സന്തോഷവാനാവും. എന്റെ മകൻ നന്നായാൽ ഞാൻ സന്തോഷവതിയാണ്. എന്റെ മകൾ ഞാൻ പറഞ്ഞ ആളെ കല്യാണം കഴിച്ചാൽ ഞാൻ സന്തോഷവതിയാണ്. എന്റെ മകൾ ഞാൻ വിചാരിക്കുന്ന സമയത്ത് എന്റെ കൂടെ വന്നു നിന്ന് കഴിഞ്ഞാൽ ഞാൻ സന്തോഷവതിയാണ്. എന്റെ മകന്റെ ഭാര്യ ഞാൻ പറഞ്ഞ പോലെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ സന്തോഷമാണ്. അല്ലെ, അമ്മായിയമ്മപ്പോര് ഉണ്ടല്ലോ, സന്തോഷവതിയാണ്. അവൾ മാറിയാൽ ഞാൻ സന്തോഷവാൻ. പണം വന്നാൽ ഞാൻ സന്തോഷവാൻ. എന്റെ ആ സ്വത്തൊന്ന് വിറ്റ് കിട്ടിയാൽ ഞാൻ സന്തോഷവതി. എവിടെ? എല്ലാം മറ്റുള്ളതില്ല, എല്ലാം പുറത്താണ്, കിട്ടില്ല. സന്തോഷം പുറത്ത് അന്വേഷിക്കുന്നവർ ജീവിതം മുഴുവൻ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും, ഒരിക്കലും കിട്ടില്ല. സന്തോഷത്തെ അകത്തെ തേടുന്നവൻ പിറ്റേ ദിവസം മുതൽ സന്തോഷിക്കാൻ തുടങ്ങും. ഒരേ ദിവസം അകത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി. അത് അവിടെ ഉള്ളൂ, അത് വേറെ എവിടെയും കിട്ടില്ല. ഞാൻ പറഞ്ഞത് ലളിതമായ കാര്യങ്ങളാണ്, പക്ഷെ ഇത് ലളിതമല്ല. ഇത് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. കേൾക്കുമ്പോൾ ലളിതം, ഇത് ഇത്രയല്ലേ ഉള്ളൂ. സന്തോഷം നിങ്ങൾക്ക് ഔട്ട്സൈഡിൽ സന്തോഷം നിൽക്കാന്ന് വെച്ചാൽ നാളെ മുതൽ നിൽക്കില്ല, അന്വേഷിക്കില്ല എന്നൊക്കെ തോന്നും. പക്ഷെ അതൊന്നും പ്രാക്ടീസ് ചെയ്തെടുക്കാതെ ഒന്നും നിങ്ങൾക്ക് ആക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ഇത് ബൈ പ്രാക്ടീസ്. കാരണം എന്താ? നിങ്ങൾ സന്തോഷത്തെ പുറത്ത് തേടുന്നത്, ഇപ്പൊ ഈ 5 പറഞ്ഞ കാര്യങ്ങളും നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചതൊന്നുമല്ല, നിങ്ങളായി പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ്. ആ പ്രോഗ്രാമിന് തിരിച്ച് പ്രോഗ്രാം ചെയ്യാത്ത തുടങ്ങാൻ എങ്ങനെ മാറും? ഒരിക്കലും മാറില്ല. അപ്പൊ തിരിച്ച് പ്രോഗ്രാം ചെയ്യുക വേണം. ഇതിന് നിങ്ങൾ ടൂളുകൾ പഠിക്കണം. പഠിച്ചിട്ട് ഓരോ ടൂളുകൾ പഠിച്ച്, ആ ടൂളുകളാണ് മൊത്തം ഹാപ്പിനെസ് മാസ്റ്ററിയിൽ ഉള്ളത്. ഇവിടെ ഉള്ളത് ഇതിനുള്ള എല്ലാ ടൂളുകളും ഇവിടെ മാത്രമാണ്. ഇത്രയും പൊതുവായിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്യുന്ന എല്ലാ, ഈവൻ മോർണിംഗ് മിറാക്കിൾ ആയിക്കോട്ടെ, മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാ ടൂളുകളും ഇതിനുള്ളതാണ്. മോർണിംഗ് ഹാപ്പിനെസ് റീസെറ്റ്, ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, അഫർമേഷൻസ്, ഫോർഗീവ്നെസ്, ഇതെല്ലാം ഇതിൽ പെട്ട കാര്യങ്ങളാണ്. അതിന് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ജേർണി ടു ഹാപ്പിനെസ്സിലൂടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അതിനകത്തുണ്ട്. ഞാൻ ഈ 5 ചാപ്റ്ററിന് വെച്ച് 5 കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഈ ഒറ്റ കാര്യത്തെ പ്രാക്ടീസ് ചെയ്തെടുക്കാനാണ്.
എന്റെ ചിന്ത പോസിറ്റീവായി നിൽക്കണമെങ്കിൽ ഞാൻ ബോധപൂർവമായി തയ്യാറാവണം. ഇല്ല, അത് പറ്റില്ല. ഏതാ ചെയ്യാൻ പറ്റില്ല, ഇതെനിക്ക് കിട്ടണം. അതെങ്ങനെയാ? കാരണം ഈ സാധനത്തെ റീറൈറ്റ് ചെയ്യണം. മൈൻഡിന് ഈ ബ്രെയിൻ റീറൈറ്റ് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ ആരെങ്കിലും ഇപ്പൊ ആ ഫൊർഗീവ്നെസ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഷോ അതെങ്ങനെ? അവൻ എന്നെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ഒരിക്കൽ മറത്തു കൊടുക്കാൻ നടക്കുന്ന കാര്യമല്ല. ആരാണ് ഈ സാധനം പിടിച്ച് നടക്കണേ? ഫൊർഗീവ്നെസ് അവനാണോ നിങ്ങളാണോ? നമ്മൾ ആ സാധനത്തെ വിട്ടുവെക്ക്, നമ്മൾ അതിനെ വിട്ടുകൊടുത്താൽ നമ്മൾ സ്വതന്ത്രരാകുന്നു. നമ്മൾ കയ്യിലിരിക്കുന്ന ആ സാധനത്തെ, നമ്മൾ പിടിച്ചിരിക്കുന്ന ആ ചീഞ്ഞ തക്കാളിയെ നമ്മൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അവനെന്ത് ചെയ്യുന്നു നമ്മളെ വിഷയമല്ല. ഇതൊക്കെ വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യണം. വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ടത് ജേണി ടു ഹാർനസിങ് ഹാപ്പിനെസ് വേണമെങ്കിൽ ജേണി ടു ഹാപ്പിനെസ് പോലെ പ്രോഗ്രാമിൽ കടന്നു വരിക. ഒരു വൺ ടൈം ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ലൈഫ് മാറിക്കഴിയും, ലൈഫ് മാറുക ചെയ്യും. ഞാൻ ഇത്രയും ക്ലാസ്സുകൾ എല്ലാം എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, ലൈഫ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു യാത്ര സന്തോഷത്തിലേക്കുള്ള യാത്രക്ക് വേണ്ടി കാര്യങ്ങൾ പഠിക്കുക. ഡ്രൈവിംഗ് പഠിക്കണം, എങ്കിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റൂ എന്നതുപോലെ ഡ്രൈവിംഗ് പോലെ പഠിക്കാനും അറിയാനും സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ളതാണ് ജേണി ടു ഹാപ്പിനെസ്. ഓരോ ദിവസവും നിങ്ങൾ അഭ്യസിക്കേണ്ട കാര്യം അഭ്യസിക്കുക തന്നെ വേണം. നമ്മുടെ ചിന്തകൾ മാറണം, നമ്മുടെ വികാരങ്ങളെ മാറ്റണം, നമ്മുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തണം, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം സ്ഥിരമായി ഉണ്ടാക്കുക വേണം. അപ്പോൾ തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത്. ഇവിടെ തന്നെ നിൽക്കണമോ അതോ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണോ? ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? ഓപ്ഷൻ 1 ഇവിടെ തന്നെ നിന്നാൽ മതി. ഓപ്ഷൻ 2 സന്തോഷത്തോടെ കൂടി മുന്നോട്ട് പോകണം. ഒന്ന് ടൈപ്പ് ചെയ്തേ, എല്ലാവരും ടൈപ്പ് ചെയ്തേ. ഓപ്ഷൻ 1 എല്ലാവരും ടൈപ്പ് ചെയ്തേ. ഇവിടെ തന്നെ നിന്നാൽ മതി, എനിക്ക് ഇങ്ങനെയൊക്കെ മതി. എങ്കിൽ സന്തോഷത്തെ കൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കയറി വരൂ, നമുക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം. അല്ല, ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിൽക്കൂ, ഞാൻ ഇവിടെ തന്നെ വീണ്ടും ഇവിടെ ഉണ്ട്, നിങ്ങളെ തന്നെ കാണാം. നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ മനസ്സ് മാറും. കാരണം ആരുടെയും മനസ്സ് കല്ലല്ലോ അല്ലേ? ആരുടെ മനസ്സ് കല്ലല്ല. ഒരു ദിവസം അലിയും. അന്ന് ഞാൻ മനസ്സിലാക്കും ഞാൻ ചെയ്യുന്ന ജമീൽ 1 ആണ്. ഇവിടെ തന്നെ നിൽത്താൽ മതി. അത് ഇവിടെ അല്ല ജമീലെ. സന്തോഷമില്ലാത്ത അവസ്ഥയിൽ നിൽക്കണോ സന്തോഷം ഉള്ള അവസ്ഥയിൽ നിൽക്കണോ? അവൻ ഓൾറെഡി ജേണി ടു ഹാപ്പിനെസ് ജോയിൻ ചെയ്തതാണ്. ചോദ്യം മനസ്സിലാത്തോണ്ടാണ്. അപ്പോ നിങ്ങൾ ഒരിക്കലും ആരുടെയും മനസ്സ് കല്ലല്ല. ഞാനിത് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 100% സന്തോഷത്തോടുള്ള ജീവിതം ഉണ്ടാവണം എല്ലാവർക്കും. 100% ആൾക്കാർക്കും ഒട്ടും കുറവൊന്നുമില്ല. ഇന്ത്യയൊക്കെ 100 എന്താ പറയാ, ഏറ്റവും ഹാപ്പിനെസ് കൺട്രിയിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 25 സ്ഥാനത്തെങ്കിലും എത്തണം എന്നുള്ള ആഗ്രഹത്തിലൂടെയാണ് ഈ പ്രവർത്തനമൊക്കെ. നടക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ സംഭവിച്ചേ പറ്റൂ. കാരണം സംഭവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മനസ്സ് മാറിയേ മാറ്റും. നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി തയ്യാറാവുക. എല്ലാവരും സന്തോഷത്തിലേക്ക് എത്തുക, ഹാപ്പിനെസ് ഉണ്ടാവുക എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറ്റുക എന്നുള്ളത് മാത്രം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ